4 semester Bsc degree examination April 2021 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സെക്ഷൻ സി, അതായത് 11 മാർക്ക് ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ. ഒബ്റ്റെയിൻ ദ MLE ആൻഡ് മൂവ്മെൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ദ മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ based on a sample of size and taken from that population. അപ്പോൾ ആദ്യം നമുക്ക് വേരിയസ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് മെത്തേഡ് ഓഫ് മൂവ്മെൻറ്റ്സ്. കൺസിഡർ എ പോപ്പുലേഷൻ ഹാവിംഗ് ദ PDF fx theta. Suppose k parameters of the population are unknown. Take a random sample x1, x2, etc. xn from the population. To estimate the k parameters, equate the first k row moments of the population to the first k row moments of the sample. The rth row moment of the population is given by mu r dash is equal to expectation of x raised to r. Rth row moment of the sample is given by mr dash is equal to summation I is equal to 1 to n xi raised to r by n. അപ്പോൾ മെത്തേഡ് ഓഫ് മൂവ്മെൻറ്റ്സ് പറയുന്നത്, ഇപ്പോൾ പോപ്പുലേഷനിലുള്ള കെ പാരാമീറ്റേഴ്സ് അൺനോൺ ആണെങ്കിൽ നമ്മൾ സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കെ റോ മൂവ്മെൻറ്റ്സ് കണ്ടുപിടിക്കും അല്ലേ. സാമ്പിൾ എടുക്കും, അത് ഉപയോഗിച്ചിട്ട് സാമ്പിളിൻ്റെ കെ റോ മൂവ്മെൻറ്റ്സ് കണ്ടുപിടിച്ച് അത് പോപ്പുലേഷൻ്റെ കെ റോ മൂവ്മെൻറ്റ്സ്, ഫസ്റ്റ് കെ റോ മൂവ്മെൻറ്റ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് മൂവ്മെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. The estimator obtained by the method of maximum likelihood is called maximum likelihood estimator, MLE. But MLE is an estimator computed from a random sample for which likelihood of the sample is maximum. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ ആ എസ്റ്റിമേറ്റർ ലൈക്ലിഹുഡ് ഓഫ് ദ സാമ്പിളിനെ മാക്സിമം ആക്കുന്നതാണ്. അപ്പോൾ ദാറ്റ് ഈസ് വി ഹാവ് ടു യൂസ് ദ സാമ്പിൾ x1, x2, etc. xn to estimate the unknown population parameter theta if the likelihood function L of x1, x2, etc. xn theta is maximum. For L to be maximum, the first derivative of L with respect to theta, that is dou L by dou theta, should be equal to 0, and the second derivative dou square L by dou theta square less than 0. അപ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ ദ എസ്റ്റിമേറ്റർ വിച്ച് മാക്സിമൈസസ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈക്വൽ ടു 0 ആവുകയും അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആവണം. അപ്പോൾ എല്ലും മാക്സിമം ആവുക എന്ന് പറയുന്നത് ലോഗൽ മാക്സിമം ആവുന്നതിന് തുല്യമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കാൻ സൗകര്യം ലോഗൽ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. അപ്പം ഡോ ലോഗൽ ബൈ ഡോ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0. ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ MLE കണ്ടുപിടിക്കാൻ പോകുന്നത്. മറ്റൊരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്. ഹിയർ വി കൺസിഡർ estimators which are unbiased and have minimum variance. അപ്പം മിനിമം വേരിയൻസും അൺബയസ്ഡുമുള്ള എസ്റ്റിമേറ്റേഴ്സിനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. വി ഹാവ് ടു ടേക്ക് എ റാൻഡം സാമ്പിൾ x1, x2, etc. xn ഫ്രം ദ പോപ്പുലേഷൻ ആൻഡ് ഫൈൻഡ് ആൻ എസ്റ്റിമേറ്റർ T for the unknown population parameter theta such that expectation of T is equal to theta and variance of T is minimum. അപ്പോൾ expectation of T is equal to theta, അതായത് T unbiased ആയിരിക്കും വേണം, ആൻഡ് വേരിയൻസ് ഓഫ് T മിനിമം ആവുന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എസ്റ്റിമേറ്ററാണ് മിനിമം വേരിയൻസ് എസ്റ്റിമേറ്റ്. അടുത്ത മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. Usually this method is used to fit a curve of the form y is equal to f of xi, a0, a1, etc. an, where ai's are unknown parameters to a set of n sample observations x1, y1, x2, y2, etc. xn, yn from a bivariate population. അപ്പം ഈ മെത്തേഡിൽ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ബൈവേരിയേറ്റ് പോപ്പുലേഷൻ എടുത്ത കുറച്ച് ബൈവേരിയേറ്റ് സാമ്പിൾസ് ഉണ്ടാവും. ആ സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കേർവ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്, വിച്ച് ഇസ് ഓഫ് ദ ഫോം y is equal to f of xi, a0, a1, etc. an.
By the principle of least squares, we minimize the sum of squares of the errors between the observed and estimated values, which is given by S is equal to summation y minus f of xi a0 a1 a2 etc. an whole square subject to the variations in a0 a1 a2 etc. an. അപ്പോൾ ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ, ഈ കേവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദി ഒബ്സേർവ്ഡ് വാല്യൂസ് ആൻഡ് ദി എക്സ്പെക്റ്റഡ് വാല്യൂ മിനിമം ആയിരിക്കണം. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ എസ്സിനെ മിനിമം ആക്കുന്നത്. അപ്പോൾ എസ് മിനിമം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡോ എസ് ബൈ ഡോ എ ഷുഡ് ബി ഈക്വൽ ടു 0 ഫോർ ഐ എസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു എൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ മ്യൂ, മീൻ മ്യൂവിനുള്ള ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആദ്യം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം മൊമെൻ്റ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മളെ പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ നോർമൽ പോപ്പുലേഷൻ. അപ്പോൾ എൻ മ്യൂ സിഗ്മയാണ് നമ്മളുടെ പോപ്പുലേഷൻ. അപ്പം ഒരു നോർമൽ പോപ്പുലേഷൻ്റെ PDF നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഇവിടെ നമുക്ക് റേഞ്ച് കൂടി എഴുതാം, -∞, <x, <∞. അപ്പം ഈ നോർമൽ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളൊരു സാമ്പിൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ സാമ്പിൾ നമ്മൾ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാൻഡം സാമ്പിൾ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? നോർമൽ പോപ്പുലേഷൻ, ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ MLE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാമ്പിൾ എടുത്തു അല്ലേ. അപ്പോൾ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഒരു കാര്യം, ഈ സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷനും അതിൻ്റെ പാരൻറ്റ് പോപ്പുലേഷനായിട്ടുള്ള നോർമൽ പോപ്പുലേഷൻ്റെ അതേ PDF ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ PDF എന്തായിരിക്കും? എഫ് ഓഫ് x1, നമ്മുടെ പാരാമീറ്റർ നമുക്ക് മ്യൂ സിഗ്മയുണ്ട്, നമ്മൾ ഈ കേസിൽ മ്യൂവിനെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂ മാത്രമേ എഴുതുന്നു. എഫ് ഓഫ് x1 മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ആണ്. അതേമാതിരി എഫ് ഓഫ് x2 മ്യൂ വന്നാൽ 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അങ്ങനെ xn വന്നാൽ 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എഫ് ഓഫ് xiകൾ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ xi എന്ന് കൊടുക്കാം. അപ്പോൾ ജനറലായിട്ട് എഫ് ഓഫ് xi മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ 2 സിഗ്മ സ്ക്വയർ. ഐ എന്ന് പറയുന്നത് 1 2 3 അപ് ടു n ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോരുത്തരുടെയും PDF അറിയാം, സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷൻ്റെ PDF അറിയാം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ L ആണ്. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ L ഇസ് ഈക്വൽ ടു, L എന്ന് പറയുന്നത് PDFകളുടെ, ഈ സാമ്പിൾ ഒബ്സർവേഷനുകളുടെ PDFകളുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ എഫ് ഓഫ് x1 മ്യൂ, എഫ് ഓഫ് x2 മ്യൂ എക്സെട്ര എഫ് ഓഫ് xn മ്യൂ, ഇവരുടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ, നമ്മൾ PDFകൾ എല്ലാത്തിൻ്റെ എഴുതുക, ഇ റേസ് ടു മൈനസ് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. മാതിരി x2 വരുന്നത് എഴുതുക. അങ്ങനെ ലാസ്റ്റ് 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് PDFകളുടെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ വരുന്ന കമ്പൈൻ ചെയ്ത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് അവരൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എഴുതുകയാണ്. ഇപ്പോൾ 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ എല്ലാ ടേമുകളിലും ഉണ്ട്, n ടേമുകളിലും നമ്മളവരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് അങ്ങനെ എഴുതാം, 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഹോൾ റേസ് ടു n. ഒരു n ടൈംസ് n ടേംസിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് ഇയുടെ പവറിൽ വരുന്ന ടേമുകളാണ് അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസുകൾ ഇ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പവറുകൾ നമുക്ക് ആഡ് ചെയ്തുകൂടെ? അപ്പം ഇ റേസ് ടു എല്ലാത്തിലും കോമൺ ആയിട്ട് -1 ബൈ 2 സിഗ്മ സ്ക്വയർ ഉണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ
പ്ലസ് x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എക്സെട്ര പ്ലസ് xn മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. അതിനെ ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ എഴുതുന്നു. സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ഇവിടെ എഴുതുന്നു ബൈ ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ എല്ലിനെ എഴുതുന്നു അല്ലേ. അപ്പോൾ എല്ലിനെ നമുക്ക് കിട്ടി. നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ഉപയോഗിച്ചിട്ട് കാണുന്നതിനെക്കാട്ടും എളുപ്പം ലോഗൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ലോഗരിതം കാണുകയാണ്. ടേക്കിംഗ് ലോഗരിതംസ്. നമ്മൾ നാച്ചുറൽ ലോഗരിതമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോഗരിതം കാണുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ലോഗൽ ഇസ് ഈക്വൽ ടു ആദ്യത്തെ ടേം ലോഗരിതം ഓഫ് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റൻറ്റ് ടേമാണ്. കാരണം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് മ്യൂവിനുള്ള എസ്റ്റിമേറ്ററാണ്. അതുകൊണ്ട് സിഗ്മ വരുന്ന ടേമിനെ നമുക്ക് കംപ്ലീറ്റ് കോൺസ്റ്റൻറ്റ് ടേമായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ലോഗ് ഓഫ് ദിസ് കോൺസ്റ്റൻറ്റ് പ്ലസ് ലോഗരിതമല്ലേ, അപ്പോൾ പ്ലസ് ഇൻറ്റു ഇവിടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ലോഗ് എടുക്കുമ്പോൾ പ്ലസ് ആയിട്ട് എഴുതാം. പ്ലസ് ലോഗരിതം ഓഫ് ദിസ് ടേം. അങ്ങനെ രണ്ടെണ്ണാക്കിയിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം ലോഗരിതം ഓഫ് അത് ഞാൻ എഴുതുന്നത് 1/σ റൂട്ട് ഓഫ് 2π ഹോൾ റേസ് ടു n പ്ലസ് അടുത്ത ടേം ലോഗരിതം ഓഫ് ഇ റേസ് ടു മൈനസ് സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന ടേം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗരിതം എടുക്കുന്നത് ലോഗരിതം ടു ദ ബേസ് ഇ ആണെന്ന് ഓർക്കുക. അപ്പോൾ ലോഗൽ ഇസ് ഈക്വൽ ടു നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് വരുന്ന ലോഗരിതത്തിന് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ഒന്നും നടത്തുന്നില്ല. കാരണം കോൺസ്റ്റൻറ്റ് ടേം ആയതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതെന്തായാലും 0 ആയി പോകേണ്ടതാണ്. പ്ലസ് ഇവിടെ ഞാൻ ഈ പവറിനെ താഴേക്ക് ഇറക്കുന്നു. മൈനസ് സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. പിന്നെ ഇവിടെ ലോഗ് ഇ ടു ദ പവർ ഇ ആണ്. പിന്നെ ഇ ടു ദ പവറിലുള്ള സാധനം നമ്മൾ താഴെ ഇറക്കി ഇ ടു ദ ബേസ് ഇ ആണ് അല്ലേ. അപ്പോൾ ഈ ടേമിന് എന്ത് സംഭവിക്കും? ലോഗരിതം ഓഫ് ഇ ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മൾ ലോഗൽ എന്തേ ഉണ്ടാവുള്ളൂ? ലോഗൽ ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് 1/σ റൂട്ട് ഓഫ് 2π ഹോൾ റേസ് ടു n ഉണ്ടാവും. പ്ലസ് മൈനസ് ഓഫ് സമ്മേഷൻ xi സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n ആണ്. xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ ടേമുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ലോഗൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം നമ്മൾ ഡോ ലോഗൽ ബൈ ഡോ മ്യൂ എന്നെടുക്കുകയാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ മ്യൂ അടങ്ങിയിട്ടില്ല ഈ ടേമിൽ അല്ലേ. അപ്പോൾ സോ ദ വാല്യൂ വിൽ ബി 0. ഇതൊരു കോൺസ്റ്റൻറ്റ് ടേമാണ്. അപ്പോൾ 0 ആണ്. ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? -1/2 സിഗ്മ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മ്യൂ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സ്ക്വയറിനെ മാറ്റുക. 2 ഇൻറ്റു സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ എന്ന് കിട്ടി. പിന്നെ നോക്കുമ്പോൾ ഇവിടെ മൈനസ് മ്യൂ ആണുള്ളത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. ഇതാണ് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ കിട്ടുന്നത്. ഇതിൽ നമുക്ക് ഈ മൈനസും ക്യാൻസലായിപ്പോയി അല്ലേ. ഇവിടെ പ്ലസ് ആയിപ്പോയി. ആൻഡ് ഇവിടെയുള്ള ഈ 2ഉം ഇവിടുത്തെ 2ഉം ക്യാൻസലായിപ്പോയി. ഇനി നമ്മൾ ഡോ ലോഗൽ ബൈ ഡോ മ്യൂവിന് 0യിൽ ഇക്വേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ വരിക? സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓർ നമുക്ക് വരുന്നത് സമ്മേഷൻ xi മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു 0. സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n ദറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് വരുന്നു. ഓർ നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു 0 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സമ്മേഷൻ കൊടുക്കുക. സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n മ്യൂ എന്ന് കൊടുത്താൽ എന്താ വരുന്നത്? നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ n ടൈംസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഇവിടെ സമ്മേഷൻ xi വരും. i ഇസ് ഈക്വൽ ടു 1 to n കോൺസ്റ്റൻറ്റിനെ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ n മ്യൂ എന്ന് വരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഓർ വി ക്യാൻ റൈറ്റ് സമ്മേഷൻ xi ഇസ് ഈക്വൽ ടു
n mu. Summation I is equal to 1 to n. Xi is equal to n mu എന്ന് എഴുതാം. Or what is mu? And mu is equal to summation xi divided by n. I is equal to 1 to n. What is summation xi by n? Summation xi by n എന്ന് പറഞ്ഞാൽ സാമ്പിളിൻ്റെ മീൻ ആയിട്ടുള്ള എക്സ് ബാർ ആണ്. അതായത് മ്യൂ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് പറയുക വെച്ചാൽ മ്യൂവിൻ്റെ എസ്റ്റിമേറ്ററാണ് നമ്മൾ കാണുക. അപ്പം മ്യൂ ക്യാപ്പ് എന്ന് പറയും. മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാൻ സാധിക്കാം MLE ഓഫ് മ്യൂ ഇസ് എക്സ് ബാർ. ഇങ്ങനെയാണ് നമ്മൾ MLE കണ്ടുപിടിക്കുന്നത്. അടുത്തത് നമുക്ക് മൊമെൻ്റ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാം. മൊമെൻ്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ കണ്ടുപിടിക്കാം. അപ്പം മൊമെൻ്റ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പോപ്പുലേഷൻ്റെ ഫസ്റ്റ് റോ മൊമെൻ്റ്, അതിനെ നമ്മൾ μ1' എന്ന് പറയും. കാരണം ഇവിടെ ഒരു മൊമെൻ്റ് അല്ല, ഒരു എസ്റ്റിമേറ്ററാണ് ആവശ്യം, ഒരു പാരാമീറ്ററാണ് അൺനോൺ. അപ്പം μ1' എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ഫസ്റ്റ് മൊമെൻ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അതിനെ നമ്മൾ സാമ്പിളിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് m1' ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi by n അതായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്കറിയാം മ്യൂ എന്നറിയാം. അപ്പോൾ മ്യൂവിനെ ഞാൻ സമ്മേഷൻ xi by n ദറ്റ് ഈസ് എക്സ് ബാർ ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ദറ്റ് ഈസ് മ്യൂ ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ നമുക്ക് എഴുതാം. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു എസ്റ്റിമേറ്ററാണ്. അപ്പം എക്സ് ബാർ ഇസ് ദ മൊമെൻ്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഫോളോയിങ് ആർ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എൻ ഐറ്റം സോൾഡ് ബൈ വേരിയസ് സെയിൽസ്മെൻ ഇൻ 5 ഡിഫറെൻറ്റ് ഏരിയാസ്. യൂസ് one-way ANOVA to test the equality of the efficiency of the salesman based on their average sale volume at 5% level of significance. അപ്പോൾ ഇവിടെ ഒരു അനോവയാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്, വൺ-വേ അനോവ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയാസും സെയിൽ വോളിയം ഇൻ യൂണിറ്റ്സും. അപ്പോൾ നമുക്ക് 4 സെയിൽസ്മാൻമാരാണ് ABCD. അവരുടെ സെയിൽ വോളിയമാണ് തന്നിരിക്കുന്നത് 80, 100, 95, 70, 82, 110, 90, 75, 88, 105, 100, 82, 85, 115, 105, 88, 75, 90, 80, 65. ഇങ്ങനെയുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പെർഫോം ചെയ്യേണ്ടത് വൺ-വേ അനോവയാണ്. അതായത് സെയിൽസ്മാൻമാരെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എഴുതേണ്ടത്, അനോവ നടത്തുമ്പോൾ നമുക്ക് ആദ്യം നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 എന്ന് പറഞ്ഞാൽ അനോവയിൽ ഇപ്പം നമുക്ക് 4 സെയിൽസ്മാൻമാരാണുള്ളത്. അപ്പം 4 സെയിൽസ്മാൻമാരുടെ സെയിൽസ് വോളിയം സെയിം ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് വി ഹാവ് ടു ടെസ്റ്റ് H0 μ1 is equal to μ2 is equal to μ3 is equal to μ4. അതായത് 4 സെയിൽസ്മാൻമാരുടെ സെയിൽസ് വോളിയം ഈക്വൽ ആണ് എന്നാണ്, സെയിൽസ് വോളിയം സെയിം ആണ് എന്നാണ് ആര് പറയുന്നത്? നമ്മളെ നൾ ഹൈപ്പോത്തസിസ്. സെയിൽസ് വോളിയം ആർ സെയിം. ഇതാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. എഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് H1 ദേ ആർ നോട്ട് സെയിം. അപ്പം ദേ ആർ ഈക്വലി എഫിഷ്യൻ്റ് ആണ്. സെയിൽസ് വോളിയം സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ദ 4 സെയിൽസ്മാൻ ആർ ഈക്വലി എഫിഷ്യൻറ്റ്. സെയിം അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ്. ഇതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടെസ്റ്റ് പ്രൊസീജിയറിൽ ആൽഫ ഫിക്സ് ചെയ്യലാണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ നമ്മളോട് ഇവിടെ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഫ 5% എന്ന് എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. നമ്മൾ ഒരു അനോവ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഒരു F സ്റ്റാറ്റിസ്റ്റിക്കാണ്. അപ്പോൾ ഇവിടുത്തെ F സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ച്വലി ഇറ്റ് ഈസ് MST, അതായത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് ഡിവൈഡഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ്. ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു F ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് K-1
n - k ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ k എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഈ കേസിൽ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിൽസ്മെൻസ് ആണ്. ഓരോ സെയിൽസ്മാനിൻ്റെയും സെയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പം 4 സെയിൽസ്മാൻമാരാണുള്ളത്. ആൻഡ് n എന്ന് പറയുന്നത് നമ്മൾ ടേബിളിൽ തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതായത് 4 സെയിൽസ്മാൻമാർ 5 ഏരിയാസിലാണ് അല്ലേ. ആകെ 20 ഒബ്സർവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അനോവ ടേബിൾ എടുത്തിട്ടുണ്ട്. അനോവ ടേബിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് ടോട്ടലാണ്. നമ്മളെന്താണ് ഗ്രാൻഡ് ടോട്ടൽ ജി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രാൻഡ് ടോട്ടൽ ജി. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദി ഒബ്സർവേഷൻസ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷൻസ് സമ്മേഷൻ നമുക്ക് XI എന്ന് കൊടുക്കും. അതായത് 80 + 100 അങ്ങനെ പോയിട്ട് 65 വരെയുള്ള എല്ലാ ഒബ്സർവേഷൻസിനെയും ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് വരുന്ന ആൻസർ ദിസ് ഇസ് ഈക്വൽ ടു 1780 എന്നാണ്. ഇതാണ് നമ്മളുടെ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാൽക്കുലേഷൻ നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കലാണ്. വാട്ട് ഈസ് കറക്ഷൻ ഫാക്ടർ? കറക്ഷൻ ഫാക്ടർ CF is equal to G² divided by N. That is equal to 1780 whole square divided by N, that is 20. അപ്പോൾ അത് ചെയ്യുമ്പം നമുക്ക് വരുന്ന കറക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടുന്നത് 1,58,420 എന്നാണ്. ദിസ് ഇസ് ദ കറക്ഷൻ ഫാക്ടർ. ഈ കറക്ഷൻ ഫാക്ടർ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളിനി സം ഓഫ് സ്ക്വയേഴ്സ് ആണ് കാണാൻ പോകുന്നത്. അതിന്നൊക്കെ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് കാണാൻ ടോട്ടൽ സം ഓഫ് സ്ക്വയർ TSS എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഷനുകളെയും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യും മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇത് ഞാൻ ചെയ്യുന്നത് 80² + 100² അങ്ങനെ 65 സ്ക്വയർ വരെ ചെയ്യും. എന്നിട്ട് അതിന് കറക്ഷൻ ഫാക്ടറായിട്ടുള്ള 1,58,420 മൈനസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് 3,516 എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു സം ഓഫ് സ്ക്വയർ കൂടി കണ്ടു. ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത സം ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ട്രീറ്റ്മെൻറ്റ്സിന് ഉപയോഗിച്ചിട്ടുള്ള സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ കാണേണ്ടത്. ദ ഫോർമുല ഈസ് സമ്മേഷൻ TI² / NI. സമ്മേഷൻ TI² / NI മൈനസ് കറക്ഷൻ ഫാക്ടർ. എന്താണ് TI? TI കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, അതായത് ഓരോ സെയിൽസ്മാനിൻ്റെയും സെയിൽസ് അതിൻ്റെ സമ്മിനെയാണ് നമ്മൾ TI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NI കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വാല്യൂസാണ് ഓരോന്നിലും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ എല്ലാത്തിലും 5 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ TIs നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ TI സമ്മ് വരുന്നത് 410 ആണ്, ബിയുടെ സമ്മ് വരുന്നത് 520 ആണ്, സിയുടെ വരുന്നത് 470. ആ കോളം ആഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂസാണ് എഴുതുന്നത്. ആൻഡ് ഡിയുടെ വരുന്നത് 380 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് TI², അതായത് 410 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വാല്യൂസിനെ ആഡ് ചെയ്തിരിക്കുന്നത് 5 ആണ് അല്ലേ. അപ്പം TIയുടെ സ്ക്വയർ ആണ്. അപ്പോൾ 410ൻ്റെ സ്ക്വയർ മൈനസ് 5, അതുപോലെ പ്ലസ് 520² ഡിവൈഡഡ് ബൈ അവിടെയും 5 പേരെയാണ് കൂട്ടിയിരിക്കുന്നത് 5 പ്ലസ് 470² ഡിവൈഡഡ് ബൈ 5 പ്ലസ് 380² ഡിവൈഡഡ് ബൈ 5 മൈനസ് അവർ കറക്ഷൻ ഫാക്ടർ അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 2340 ആണ്. അപ്പം സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് കാണാൻ നമ്മൾ ട്രീറ്റ്മെൻറ്റുകളുടെ സമ്മ് കണ്ടു. ആ ഓരോ കോളങ്ങളുടെ സമ്മുകളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരെ സ്ക്വയർ ചെയ്യുക, ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൈനസ് കറക്ഷൻ ഫാക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 സം ഓഫ് സ്ക്വയേഴ്സാണ് കിട്ടിയത്. ഒരു TSS കിട്ടിക്കഴിഞ്ഞു. ദെൻ വി ഹാവ് SST,
അങ്ങനെ രണ്ട് സം ഓഫ് സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. വൺ ഇസ് TSS, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3516 ആൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് വന്നിരിക്കുന്നത് 2340. ഇനി ഒരു സം ഓഫ് സ്ക്വയേഴ്സ് കൂടി കാണണം. സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ്, നമ്മളതിനെ SSE എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു TSS മൈനസ് SST. ടോട്ടൽ സം ഓഫ് സ്ക്വയറിന് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സിനെ മൈനസ് ചെയ്യുന്നു. 3516 മൈനസ് 2340 ആൻഡ് ദ ആൻസർ ഇസ് 1176. അപ്പോൾ നമുക്കിവിടെ 3 സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടിക്കഴിഞ്ഞു. സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നോക്കുന്നത്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യം കാണുന്നത്. MST എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. നമ്മളടുത്ത് K ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് K-1. ദാറ്റ് ഈസ് 2340 ഡിവൈഡഡ് ബൈ K ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ 4 ട്രീറ്റ്മെൻറ്റ്സ്, 4 minus 1 ആൻഡ് ദ ആൻസർ ഇസ് 780. MST എത്ര കിട്ടി? 780. ദെൻ വി ഹാവ് MSE, that is mean sum of squares due to errors. അത് കാണാൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-k ആണ്. ദിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് 1176 ഡിവൈഡഡ് ബൈ n-k 20 minus 4, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 73.5. അപ്പോൾ നമുക്ക് രണ്ട് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് അങ്ങനെ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഫ് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഇസ് MST ഡിവൈഡഡ് ബൈ MSE ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 780 ഡിവൈഡഡ് ബൈ 73.5. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 10.61. ഇതാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ നമുക്കിനി ടെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ എഴുതണം. വാട്ട് ഈസ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ? ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ഇസ് എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൾഫ. എഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ, അത് ടേബിൾ വാല്യൂവിനെക്കാട്ടും കൂടുകയാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അതാണ് ക്രിട്ടിക്കൽ റീജൻ്റെ പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ടുള്ള എഫ് ആൾഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പം എഫ് ആൾഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉള്ള എഫ് ടേബിൾ നോക്കണം. അതിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കണം. 1 ഇസ് K-1. ഒന്നെന്താണ് K-1, മറ്റൊന്ന് N-K. K-1 എന്ന് പറഞ്ഞാൽ 4 minus 1 3 ആണ്. N-K എന്ന് പറഞ്ഞാൽ 16 minus 4 that is 20 minus 4 ആണ്, that is 60. അപ്പോൾ നമ്മൾ എഫ് ടേബിളിൽ നോക്കണം. ഏത് എഫ് ടേബിളിലാണ് നോക്കേണ്ടത്? ടേബിൾ വാല്യൂ കാണാൻ 5% ഉള്ള എഫ് ടേബിളിൽ നോക്കുക. 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ് നോക്കേണ്ടത്. 1 3 ഫസ്റ്റ് 3 സെക്കൻഡ് 16 വരുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ടേബിൾസ് എടുക്കുകയാണ്. എഫ് ടേബിളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് N1 ഫസ്റ്റ് നോക്കേണ്ട ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് കോളം വൈസ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കോളം വൈസ് കൊടുത്തിരിക്കുന്നത് N2 ആണ്. അപ്പോൾ നമുക്ക് 3ൽ നോക്കണം. 3ലും 16ലുമാണ് നോക്കേണ്ടത്. അപ്പോൾ N1 3ൽ ഞാൻ നോക്കുന്നു, N2 ഞാൻ 16ലാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടേബിൾ വാല്യൂ 3.24 ആണ്. ടേബിൾ വാല്യൂ ഇസ് 3.24 ആണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ടേബിൾ വാല്യൂ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 3.24. അപ്പോൾ നമ്മൾ എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൾഫ എന്താ വരുന്നത് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന എഫ് ഹിയർ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് വന്നത് 10.61 ആണ്. ദാറ്റ് ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ 3.24 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ആൾഫ വന്നിട്ടുണ്ട്. ദെർഫോർ അവർ ഡിസിഷൻ ഇസ് ടു റിജക്റ്റ് H0.
എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എച്ച് നോട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈക്വലി എഫിഷ്യൻ്റ് ആണ് സെയിൽസ്മാൻമാർ എന്നാണ്. സെയിം സെയിൽസ് വോളിയമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് പറയുന്നു, സെയിൽസ് വോളിയംസ് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ദ സെയിൽസ്മെൻ ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ്. ഇതാണ് നമ്മളെ ടെസ്റ്റ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു അനോവ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനോവ ടേബിൾ നമ്മൾ വരയ്ക്കണം അല്ലേ. അതുകൂടി നമുക്ക് വരച്ച് വയ്ക്കാം. അപ്പോൾ അതിൽ വേണ്ടത് സോഴ്സ് ഓഫ് വേരിയേഷൻ, ഇവിടെ ട്രീറ്റ്മെൻറ്റ്സ്, ഇറർ ആൻഡ് ടോട്ടൽ. പിന്നെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ദെൻ വി ഹാവ് സം ഓഫ് സ്ക്വയേഴ്സ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്, എഫ് ഉണ്ട്, ആൻഡ് ടേബിൾ വാല്യൂ, ദറ്റ് ഈസ് അവർ എഫ് ആൽഫ. ഇതെല്ലാം നമ്മളൊരു ടേബിൾ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ, അതായത് ഇവിടെ സെയിൽസ്മാൻ ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് അല്ലേ. സെയിൽസ്മാനിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് K-1. അപ്പോൾ 4 സെയിൽസ്മാൻമാരാണുള്ളത്, K-1. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം N-K ആണ്, അതിവിടെ 16 ആണ്. ആൻഡ് ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം N-1 ആണ്. ഇത് രണ്ടും കൂട്ടിയ ടോട്ടൽ വരണം. പിന്നെ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് എഴുതിയത്. ഇവിടെ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് 2340, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് 1176, പിന്നെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് 3560. പിന്നെ നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ MST ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് 780 കിട്ടിയിട്ടുണ്ട്. ആൻഡ് MSC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 73.5. പിന്നെ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഫ് നമുക്ക് MST ഡിവൈഡഡ് ബൈ MSE എന്ന് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 10.61. ആൻഡ് നമ്മൾ ടേബിൾ നോക്കി കിട്ടിയ ടേബിൾ വാല്യൂ ആണ് 3.24. അപ്പോൾ നമുക്ക് ക്ലിയർലി ഇതെന്ന് കാണാം. Calculated value is greater than the table value, so we can reject H0.